ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഇന്ന് പ്രധാനമായും നമ്മൾ നോക്കുന്നത് സീരീസ് കോമ്പിനേഷനും അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷനുമായി കണക്ട് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ഇലക്ട്രിക് ലാമ്പ് ഹൂസ് റെസിസ്റ്റൻസ് ഈസ് 20 ohm and a conductor of 4 ohm resistance are connected to a 6 volt battery. Calculate A. The total resistance of the circuit, B. the current through the circuit, and C. the potential difference across the electric lamp and conductor. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സർക്യൂട്ട്, ഈ സർക്യൂട്ടിൽ ഒരു ലാമ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കണ്ടക്ടർ ഉണ്ട്. കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് 4 ohm and the resistance of this lamp is 20 ohm. Then these devices are connected in series with a 6 volt battery. ഒരു 6 വോൾട്ട് ബാറ്ററിക്ക് സീരീസ് ആയിട്ട് ഇവരെ കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു അമ്മീറ്റർ ഉണ്ട് സർക്യൂട്ടിൽ. അമ്മീറ്ററിന് റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്. ഇവിടെ ഒരു കണ്ടക്ടറും ഒരു ലാമ്പും ഉണ്ട്. കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് 4 ohm ആണ്. നമ്മൾ അതിനെ R1 എന്ന് എടുത്തു. റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ R1 ഈസ് ഈക്വൽ ടു 4 ohm. അടുത്ത ഇലക്ട്രിക് ലാമ്പാണ്. ഇലക്ട്രിക് ലാമ്പിന്റെ റെസിസ്റ്റൻസ് 20 ohm ആണ്. നമ്മൾ അതിനെ R2 എന്ന് എടുത്തു. റെസിസ്റ്റൻസ് ഓഫ് ദി ഇലക്ട്രിക് ലാമ്പ് R2 ഈസ് ഈക്വൽ ടു 20 ohm. ദെൻ ഇവിടെ സപ്ലൈ വോൾട്ടേജ് V അത് 6 വോൾട്ട് ആണ്. ദെൻ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു 6 വോൾട്ട്. ഇനി നമുക്കിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ ആകെ റെസിസ്റ്റൻസ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ രണ്ട് ഡിവൈസുകളും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഈ അമീറ്ററിന്റെ റെസിസ്റ്റൻസ് ഇല്ലേ, അമീറ്ററിന്റെ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്, വളരെ കുറവാണ്, നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ കീ, അതിനും റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ആൾക്കാർ റെസിസ്റ്റൻസ് മാത്രം എടുത്തിട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ദെൻ ഹിയർ ടോട്ടൽ റെസിസ്റ്റൻസ് RS സീരീസ് ആണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ RS is equal to R1 plus R2. രണ്ടുപേരേ ഉള്ളൂ, അതുകൊണ്ട് R1 plus R2. Then here R1 is equal to 4 ohm and R2 is equal to 20 ohm. Then 4 plus 20, 24 ohm. Then ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് 24 ohm. രണ്ട് വയറുകളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു കണ്ടക്ടറും ഉണ്ട്, ഒരു ലാമ്പും ഉണ്ട്. രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ടോട്ടൽ കറണ്ട് ത്രൂ ദി സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിലുള്ള ആകെ കറണ്ട് എടുക്കണം. നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ അറിയാം. കറണ്ട് I ഈസ് ഈക്വൽ ടു V/R. ഇതാണ് ഓംസ് ലോ പറയുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ. അതായത് ഈ സർക്യൂട്ടിൽ ഡിവൈസുകളെല്ലാം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ കറണ്ട് തന്നെയായിരിക്കും കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരാളുടെ കറണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ കറണ്ട് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഒറ്റ കറണ്ട് കണ്ടുപിടിച്ചാൽ മതി. കാരണം സീരീസ് കോമ്പിനേഷൻ ആണ്, അതുകൊണ്ട് എല്ലാവർക്കും ഒരേ കറണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ കറികളല്ലേ കിട്ടുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇന്നത് കിട്ടിയോ, അല്ലെങ്കിൽ ഒരാൾക്ക് എന്താണ് മറ്റേയാൾക്ക് കിട്ടിയത് എന്താണെന്ന് നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞ പോലെ സീരീസ് കോമ്പിനേഷനിൽ എല്ലാവർക്കും ഒറ്റ കറണ്ടാണ്. ദെൻ അപ്പോൾ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എടുക്കണം. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ സപ്ലൈയുടെ ടോട്ടൽ വോൾട്ടേജ് 6 വോൾട്ട്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 24 ohm RS, അതാണ് ടോട്ടൽ റെസിസ്റ്റൻസ്. ദെൻ ടോട്ടൽ കറണ്ട് I is equal to V/RS. Then V 6 volt divided by RS 24. നമുക്ക് 6 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 1/4 കിട്ടും. 1/4 is equal to 0.25. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ. Then this is the total current flowing through this circuit. അടുത്തതായി നമുക്ക് ഈ സർക്യൂട്ടിൽ കണ്ടുപിടിക്കേണ്ടത് ഈ കണ്ടക്ടറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈ ലാമ്പിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ആണ്. Then C നമുക്കിവിടെ നോക്കാം. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to IR. ഇതാണ് ഓംസ് ലോ അനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ.
നമുക്ക് വേണ്ടത് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇയാൾക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അയാളുടെ കറണ്ടും അയാളുടെ റെസിസ്റ്റൻസും എടുക്കണം. ഇവിടെ നമുക്ക് കറണ്ട് സെയിം ആണ്, സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട്. ഇയാളുടെ റെസിസ്റ്റൻസ് R1 ആണ്. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1. അപ്പം V1 എന്ന് പറയുന്നത് ഇയാൾക്ക് അക്രോസ് ആയിട്ടുള്ള ഈ രണ്ട് എൻഡിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V1 എന്ന് പറയുന്നത്. ഇതിലൂടെ പോയ കറണ്ട് ഇൻറ്റു അയാളുടെ റെസിസ്റ്റൻസ് V1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1. ദെൻ ഈസ് ഈക്വൽ ടു കറണ്ട് I 0.25 ഇൻറ്റു R1 4 ohm. Then is equal to 1 volt. അപ്പോൾ ഇയാൾക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണ്. Then similarly potential difference across this lamp V2 is equal to സെയിം ഇക്വേഷൻ തന്നെ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്കുള്ള ഇക്വേഷൻ. ദെൻ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇയാൾക്ക് ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കണമെങ്കിൽ അവിടെ കൂടെ പോകുന്ന കറണ്ടും അയാളുടെ റെസിസ്റ്റൻസും എടുക്കണം. എല്ലാവർക്കും ഒരേ കറണ്ടാണ്. അപ്പം കറണ്ട് I തന്നെ, ഇയാളുടെ റെസിസ്റ്റൻസ് R2. ദെൻ ടോട്ടൽ കറണ്ട് I 0.25 ഇൻറ്റു R2 20 ഈസ് ഈക്വൽ ടു 5 വോൾട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈ ലാമ്പിന് അക്രോസ് ആയിട്ട് 5 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസും ആണുള്ളത്. ഈ 1ഉം 5 ആഡ് ചെയ്താൽ ഈ ടോട്ടൽ വോൾട്ടേജ് 6 കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ V is equal to V1 plus V2 എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ 6 എന്ന് പറയുന്നത് ഈ രണ്ട് വോൾട്ടേജൂടെ കൂട്ടിയാൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് ചാർജിനെ അപ്പുറത്തെത്തിക്കാൻ കുറച്ച് വർക്ക് ചെയ്താൽ മതി. അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അത് കുറവാണ്. ഇവിടെ 20 ohm ആണ് റെസിസ്റ്റൻസ് ബൾബിൻ്റെ. അതുകൊണ്ട് ഇവിടെ നിന്നും ചാർജിനെ അപ്പുറത്തെത്തിക്കാൻ കൂടുതൽ വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് അതിന് ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡ്രോ എ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് എ ബാറ്ററി ഓഫ് 3 cells ഓഫ് 2 volt each, a 5 ohm resistor, an 8 ohm resistor, and a 12 ohm resistor, and a plug key, all connected in series. നമുക്ക് അടുത്തതായിട്ട് ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 2 വോൾട്ട് ഉള്ള 3 സെല്ലുകൾ, 2 വോൾട്ട് ഉള്ള 3 സെല്ലുകൾ. അപ്പം സെല്ലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ സെല്ല് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു വലിയ വര, ഒരു ചെറിയ വര, ഒരു വലിയ വര, ഒരു ചെറിയ വര. 2 ചെറിയ വരകളോ 2 വലിയ വരകളോ അടുത്തടുത്ത് വരരുത്. ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. വലിയ വര, ചെറിയ വര, ചെറിയ വര, ഇങ്ങനെ വരയ്ക്കരുത്, തെറ്റാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും വരയ്ക്കരുത്, ഇത് വർക്ക് ചെയ്യത്തില്ല ഇങ്ങനെ കണക്ട് ചെയ്താൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ 2 ഒരേ വലിപ്പമുള്ള 2 വരകൾ അടുത്തടുത്ത് വരാൻ പാടില്ല, അത് ഓർക്കുക. ഒന്ന് വലിയ വരയാണെങ്കിൽ ഒന്ന് ചെറുത്, വലുത് ചെറുത്, ഇങ്ങനെ ഉള്ള വരകളെ നമ്മൾ വരയ്ക്കാം. ദെൻ ഈ വലിയ വര കാണിക്കുന്നത് പോസിറ്റീവിനെയാണ്, നെഗറ്റീവാണ് ചെറിയ വര. ഇവിടെ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു 5 ohm റെസിസ്റ്റർ, ഒരു 8 ohm റെസിസ്റ്റർ, പിന്നെ ഒരു 12 ohm റെസിസ്റ്റർ. ഇവരെല്ലാം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഫൈവ് ഓം റെസിസ്റ്റർ, 8 ohm resistor, then a 12 ohm resistor. പിന്നെ ഒരു പ്ലഗ് കീ, അതായത് നമ്മളൊരു സർക്യൂട്ടിൽ ഓണും ഓഫും ആക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്ലഗ് കീ എന്ന് പറയുന്നത്. പ്ലഗ് കീ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് പ്ലഗ് കീ ഓപ്പൺ ആണ്. ക്ലോസ് ചെയ്തതായിട്ട് വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ നടുക്കൊരു ഡോട്ട് ഇട്ടാൽ മതി. കെ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യും പ്ലഗ് കീ. ഇതാണ് സർക്യൂട്ട് ഡയഗ്രം. അപ്പോൾ ഒരു 5 ohm റെസിസ്റ്റർ, ഒരു 8 ohm റെസിസ്റ്റർ, 12 ohm റെസിസ്റ്റർ, പിന്നെ 2 വോൾട്ട് ഉള്ള 3 സെൽ. അപ്പോൾ 2 × 3 ടോട്ടൽ 6 വോൾട്ട് വന്നു. പിന്നെ ഒരു പ്ലഗ് കീ. ഇതെല്ലാം സീരീസ്. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പം പോസിറ്റീവിൽ നിന്ന് കറണ്ട് ഇങ്ങനെ നെഗറ്റീവിലേക്ക് ഫ്ലോ ചെയ്യും, സർക്കുലേറ്റ് ചെയ്തുകൊണ്ട്. ഇതാണ് സർക്യൂട്ട് ഡയഗ്രം.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Redraw the circuit given below, putting in an ammeter to measure the current through the resistors and a voltmeter to measure the potential difference across the 12 ohm resistor. What would be the readings in the ammeter and the voltmeter? വരച്ച സർക്യൂട്ട് ഡയഗ്രമില്ലേ, അതിനെ ബേസ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആ സർക്യൂട്ട് ഡയഗ്രത്തിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതായത് നമുക്കിവിടെ ഒരു വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? 12 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാം വോൾട്ട്മീറ്റർ എപ്പോഴും പാരലായിട്ട് വേണം കണക്ട് ചെയ്യാൻ. 12 ഓമിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ വോൾട്ട്മീറ്റർ 12 ഓമിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 12 ഓം ഇതാണ്, അതിന് പാരലായിട്ട് നമ്മൾ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തു. നമ്മൾ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക് വരണം വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ സെല്ലിൻ്റെ പോസിറ്റീവ് ഇവിടാണ്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യാം, ഇവിടെ വന്നു, അപ്പോൾ ഇവിടെ പോസിറ്റീവ് കൊടുത്തു. ദെൻ നെഗറ്റീവിന് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് വരുമ്പോൾ വോൾട്ട്മീറ്റർ നെഗറ്റീവ് ഇട്ടോ, ഇങ്ങനെ വേണം കണക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഈ സർക്യൂട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യണം. എന്തിനാണെന്ന് അറിയാമോ? ടോട്ടൽ കറണ്ട് മെഷർ ചെയ്യാൻ. നമുക്കറിയാവുന്നതാണ് അമ്മീറ്റർ സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ ഇത് എവിടെയെങ്കിലും ഒരു പോർഷൻ ഇവിടെയോ എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യാം. എന്നിട്ട് ആ മീറ്റർ കണക്ട് ചെയ്യാം. ആ മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, ഇവിടെ കണക്ട് ചെയ്യാം, എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. കാരണം ഇത് സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് എല്ലായിടത്തോടെയും സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ അമ്മീറ്ററിൽ നോക്കി അറിയാം ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട്. ദെൻ ഇത് കറക്റ്റ് ടെർമിനൽ നോക്കി വേണം ഈ അമ്മീറ്ററും കണക്ട് ചെയ്യാൻ. അപ്പോൾ സെല്ലിൻ്റെ പോസിറ്റീവിന് ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് വരുമ്പോൾ അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് വരണം, പോസിറ്റീവ്. നെഗറ്റീവിന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് വരണം. ബാക്കി വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ഇത് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. സെല്ല് മാത്രം കൺസിഡർ ചെയ്യാതെ സെല്ലിൻ്റെ പോസിറ്റീവിന് ഇങ്ങനെ വരുന്നു, അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് വന്നു. നെഗറ്റീവിന് ഇങ്ങനെ ട്രാവൽ ചെയ്തു, അമ്മീറ്ററിൻ്റെ നെഗറ്റീവ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ്, ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് ഈ സർക്യൂട്ടിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് R1 ഈസ് ഈക്വൽ ടു 5 ഓം. Then second resistance R2 is equal to 8 ohm. Then third resistance R3 is equal to 12 ohm. ഇനി ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് V 6 വോൾട്ട് ആണ്. നമുക്ക് ഈ സർക്യൂട്ടിൽ ആദ്യം അമ്മീറ്റർ റീഡിങ്ങും പിന്നീട് വോൾട്ട്മീറ്റർ റീഡിങ്ങും കണ്ടുപിടിക്കണം. എന്താണ് അമ്മീറ്റർ റീഡിങ്? ഒരു സർക്യൂട്ടിലുള്ള കറണ്ടിനെയാണ് അമ്മീറ്റർ കാണിക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് ആയിരിക്കും ഈ അമ്മീറ്റർ റീഡ് ചെയ്യുന്നത്, കാരണം എല്ലാവർക്കും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ സർക്യൂട്ടിൽ എത്ര ടോട്ടൽ കറണ്ട് ഉണ്ടോ അത് തന്നെയാണ് അമ്മീറ്റർ റീഡിങ്. അമ്മീറ്റർ റീഡിങ് അമ്മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് ആണ്. ദെൻ ടോട്ടൽ കറണ്ട് I is equal to ടോട്ടൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ടോട്ടൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഇവിടെ എല്ലാവരും സീരീസ് ആയതുകൊണ്ട് സീരീസ് കോമ്പിനേഷനിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എടുക്കണം, RS. ദെൻ കറണ്ട് I is equal to V by RS. അപ്പോൾ എന്താണ് RS? RS എന്ന് പറയുന്നത് സീരീസ് കോമ്പിനേഷനിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. സീരീസ് കോമ്പിനേഷനിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. RS is equal to R1 plus R2 plus R3 is equal to R1 5 ohm, R2 8 ohm, R3 12 ohm. Then 12 plus 8 20 plus 5 25 ohm. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്. ദെൻ ഇപ്പോൾ ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അമ്മീറ്റർ റീഡിംഗ് കിട്ടും. കറണ്ട് I is equal to V by RS. V എന്ന് പറയുന്നത് 6 വോൾട്ട് ആണ്, RS എന്ന് പറയുന്നത് 25 is equal to ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 6 by 25 is equal to 0.24 ആംപിയർ.
അപ്പോൾ ഈ സർക്യൂട്ടിലൂടെയുള്ള ടോട്ടൽ കറണ്ട് 0.24 ആംപിയർ ആണ്. അപ്പം ഈ കറണ്ടിനെ ആയിരിക്കും ഈ അമ്മീറ്റർ കാണിക്കുന്നത്. അതാണ് അമ്മീറ്റർ റീഡിംഗ് 0.24 ആംപിയർ. ഇനി അടുത്തതായി ഈ സർക്യൂട്ടിലെ വോൾട്ട്മീറ്റർ റീഡിംഗ് എന്താണെന്ന് നോക്കാം. വോൾട്ട്മീറ്റർ റീഡിംഗ്. ഈ സർക്യൂട്ടിൽ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് 12 ഓമിന് പാരലായിട്ടാണ്. അതുകൊണ്ട് 12 ഓമിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും വോൾട്ട്മീറ്ററിൽ കാണിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഈ മൂന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് V3 ആണ് അപ്പോൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ V3 is equal to വോൾട്ടേജ് ഇക്വേഷൻ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ മൂന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഈ വോൾട്ട്മീറ്റർ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എടുക്കണമെങ്കിൽ കറണ്ട് ഇൻറ്റു മൂന്നാമത്തെ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് R3 എടുക്കണം. ദെൻ V3 is equal to I ഇൻറ്റു R3. ദെൻ കറണ്ട് I, ഈ സർക്യൂട്ടിലെ കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 0.24 ആംപിയർ ഇൻറ്റു R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് 12 ഓം ആണ്. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 2.88 വോൾട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഈ 12 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ഈ വോൾട്ട്മീറ്റർ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് വോൾട്ട്മീറ്റർ റീഡിംഗ് 2.88 വോൾട്ട്. അപ്പോൾ ഈ വോൾട്ട്മീറ്റർ നിങ്ങൾ ഈ 5 ഓമിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തായിരുന്നെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണിച്ചേനും ഈ വോൾട്ട്മീറ്റർ. ഇതുപോലെ തന്നെ ഈ വോൾട്ട്മീറ്റർ നിങ്ങൾ 8 ഓമിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തായിരുന്നെങ്കിൽ 8 ഓമിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണിച്ചേനും വോൾട്ട്മീറ്റർ. ഈ വോൾട്ട്മീറ്റർ നിങ്ങൾ ഈ 3 റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് കാണിച്ചതിനും ഈ വോൾട്ട്മീറ്റർ. അടുത്തതായി പാരലൽ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. In the circuit given below, suppose the resistors R1, R2 and R3 have the values 5 ohm, 10 ohm and 30 ohm respectively, which have been connected to a battery of 12 volt. Calculate A, the current through each resistor, B, the total current in the circuit, and C, the total circuit resistance. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സർക്യൂട്ട് ഡയഗ്രം നമുക്ക് തന്നിട്ടുണ്ട്. 3 റെസിസ്റ്റേഴ്സ് R1 5 ohm, R2 10 ohm, R3 30 ohm. Then R1 is equal to 5 ohm, R2 is equal to 10 ohm and R3 is equal to 30 ohm. അല്ലേ? ഈ 3 റെസിസ്റ്റേഴ്സും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു 12 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to 12 വോൾട്ട്. അല്ലേ? ഇനി നമുക്ക് എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ടാണ്. ദെൻ എ കറണ്ട് I is equal to V/R. ഇതാണ് കറണ്ടിന്റെ ഇക്വേഷൻ ഫ്രം ഓംസ് ലോ. ഇവിടെ നമ്മൾ ഈ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കണം. അപ്പോൾ ഈ 3 റെസിസ്റ്റേഴ്സും പാരലായതുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്നത് ഈ 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയായിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V തന്നെ. ഇനി ഇയാളിലൂടെ ഉള്ള കറണ്ട് എടുക്കണമെങ്കിൽ അയാളുടെ റെസിസ്റ്റൻസ് എടുക്കണം. എന്താണ്? ഫസ്റ്റ് റെസിസ്റ്ററിന്റെ വാല്യൂ R1 ആണ് അല്ലേ? അപ്പം അതുകൊണ്ട് ഫസ്റ്റ് റെസിസ്റ്ററിലൂടെ ഉള്ള കറണ്ട് I1 is equal to V/R1 അല്ലേ? ദെൻ V 12 volt and R1 is equal to 5 ohm. Then 12/5. Then 12/5 2.4 ampere. 2.4 ampere. അതാണ് ഈ 5 ohm റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട്. ദെൻ കറണ്ട് ത്രൂ ദി റെസിസ്റ്റർ R2 നമ്മൾ അതിനെ I2 എന്ന് എടുക്കുന്നു. അപ്പം I2 is equal to, അപ്പോൾ ഫസ്റ്റ് കറണ്ട് I1, രണ്ടാമത്തെ വയറിലൂടെ ഫ്ലോ ചെയ്ത കറണ്ട് I2, മൂന്നാമത്തെ വയറിലെ കറണ്ട് I3. ദെൻ സെക്കൻഡ് വയറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 is equal to സെയിം ഇക്വേഷൻ ആണ് V/R2 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. V/R2 കാരണം ഇതിന് സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ റെസിസ്റ്റൻസ് ഇയാളുടെ റെസിസ്റ്റൻസ് R2 എടുക്കണം. ദെൻ V/R2, V എന്ന് പറയുന്നത് 12 വോൾട്ട് ഡിവൈഡഡ് ബൈ R2 എന്ന് പറയുന്നത് 10 ohm.
then 12/10 1.2 ആംപിയർ. അപ്പോൾ ഇയാളുടെ ഡബിൾ ആണ് ഇയാളുടെ റെസിസ്റ്റൻസ് 10 ഓം. അപ്പോൾ കറണ്ടിന്റെ വാല്യൂ നിങ്ങൾ നോക്കി, ഈ 5 ഓമിലൂടെ പോയ കറണ്ടിന്റെ പകുതി മാത്രമേ ഉള്ളൂ 10 ഓമിലൂടെ പോയ കറണ്ട്. കാരണം റെസിസ്റ്റൻസ് കൂടിയ കറണ്ട് കുറയും. അതുകൊണ്ട് അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഈ മൂന്നാമത്തെ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് I3 ആണ്. ദെൻ I3 is equal to സെയിം ഇക്വേഷൻ തന്നെയുള്ളൂ, V/R3 എന്നെടുക്കണം. V/R3. കാരണം ഈ മൂന്നാമത്തെ വയറിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ 12 വോൾട്ട് തന്നെയാണ്. കാരണം എല്ലാവരും പാരലൽ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ബട്ട് റെസിസ്റ്റൻസ് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇയാളുടെ റെസിസ്റ്റൻസ് എത്രയാണ്? 30 ഓം. R3 30 ഓം. ദെൻ 12 വോൾട്ട് ബൈ 30. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 12/30 0.4 ആംപിയർ. 0.4 ആംപിയർ. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം ഇയാളെക്കാളും കുറച്ച് കറണ്ടേ ഉള്ളൂ ഈ വയറിലൂടെ. കാരണം എന്താണ്? ഇയാളെക്കാളും റെസിസ്റ്റൻസ് കൂടുതലാണ് ഇവിടെ. അതായത് 10 ഓമിനേക്കാളും 3 ടൈംസ് റെസിസ്റ്റൻസ് കൂടുതലാണ് 30 ഓം. അതുകൊണ്ട് ഇതിലൂടെ പോകുന്ന കറണ്ട് 3 ടൈംസ് കുറഞ്ഞു. അതായത് 1.2വിനേക്കാളും 3 ടൈംസ്, 1.2വിൻ്റെ 3 ടൈംസ് കുറവാണ് 0.4 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം, ഇവരെ മൂന്നുപേരെയും പാരലായിട്ട് കണക്ട് ചെയ്താലും ഏറ്റവും കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്തത് ഇതേണ്ട ഈ 5 ഓം റെസിസ്റ്ററിലൂടെയാണ്. കാരണം അയാൾക്കാണ് റെസിസ്റ്റൻസ് കുറവ്. കുറച്ചുകൂടെ ചെറിയ കറണ്ടാണ് ഈ 10 ഓമിലൂടെ പാസ് ചെയ്തത്. ഇയാളുടെ പകുതി കറണ്ട് ഇവിടെ കൂടെ പാസ് ചെയ്തു. അതിലും വളരെ കുറവാണ് ഈ 30 ഓമിലൂടെ പാസ് ചെയ്തത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പാരലായിട്ട് കണക്ട് ചെയ്താൽ റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെ ഒത്തിരി കറണ്ട് ഫ്ലോ ചെയ്യും, റെസിസ്റ്റൻസ് കൂടിയ പാത്തിലൂടെ കുറച്ച് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യത്തുള്ളൂ. ബി, നമുക്കിനി അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് ആണ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ടോട്ടൽ കറണ്ട് I is equal to, ടോട്ടൽ കറണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ 3 കറണ്ടോട് ആഡ് ചെയ്താൽ മതി. I1 + I2 + I3. I1 + I2 + I3. ഈ 3 കറണ്ടോട് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ കറണ്ട് കിട്ടും ഈ സർക്യൂട്ടിൽ. ദെൻ I1 2.4, I2 1.2, I3 0.4 is equal to, ഇത് മൂന്നൂടെ നമ്മൾ ആഡ് ചെയ്താൽ 2.4 + 0.4 2.8 + 1.2 4 ആംപിയർ. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് I എന്ന് പറയുന്നത് എത്രയാണ്? 4 ആംപിയർ ആണ് അല്ലേ? അപ്പോൾ ഇതാണ് ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് 4 ആംപിയർ. ഇവിടെ ക്വസ്റ്റ്യൻ സി എന്ന് പറയുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ആണ്. ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? ദെൻ സി, ടോട്ടൽ റെസിസ്റ്റൻസ്. നമുക്കറിയാം ഇവർ മൂന്നുപേരും പാരലാണ്. അതുകൊണ്ട് പാരലൽ കോമ്പിനേഷനിലെ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എടുക്കുക. ദെൻ RP is equal to, നമുക്ക് 1/RP is equal to 1/R1 + 1/R2 + 1/R3 ചെയ്യാം. പിന്നെ 3 റെസിസ്റ്റേഴ്സേ ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. RP is equal to R1 R2 R3 ഡിവൈഡഡ് ബൈ, ഫസ്റ്റ് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, R1 R2 + R2 R3 + R3 R1. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ R1 R2 R3 5 × 10 × 30, 5 × 10 × 30 divided by 5 × 10 plus 10 × 30 plus 30 × 5, 30 × 5 അല്ലേ? നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്താൽ 5 × 10 50, 50 × 3 150, പിന്നെ ഒരു 0 1500 അല്ലേ? താഴെ നമ്മളാണെങ്കിൽ 50 + 300 + 150, ഇത് നമ്മൾ ആഡ് ചെയ്താൽ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ
50 plus 150, 200 plus 300, 500. Then 1500 divided by 500 is equal to 3 ohm. അതായത് ഈ സർക്യൂട്ടിൽ 3 ഓം റെസിസ്റ്റൻസ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ആരെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്? 5നെ കണക്ട് ചെയ്തിട്ടുണ്ട്, 10നെ കണക്ട് ചെയ്തിട്ടുണ്ട്, 30യെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് 3 ഓം റെസിസ്റ്ററിൻ്റെ ഇഫക്റ്റ് മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 ഓം ആണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണെന്ന് നോക്കാം. In figure given below, R1 is equal to 10 ohm, R2 is equal to 40 ohm, R3 is equal to 30 ohm, R4 is equal to 20 ohm, R5 is equal to 60 ohm, and a 12 volt battery is connected to the arrangement. Calculate A, the total resistance in the circuit, and B, the total current flowing in the circuit. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ 5 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തേണ്ടത് ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഇവർ തമ്മിൽ പാരലാണ്, ഇവർ 3 പേരും പാരലാണ്, അവർ തമ്മിൽ സീരീസ് ആണ്. കോമ്പിനേഷനാണ് ഈ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ പാരലൽ കോമ്പിനേഷനും ഉണ്ട് ഈ സർക്യൂട്ടിൽ, സീരീസ് കോമ്പിനേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെയുള്ള സർക്യൂട്ടുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം അതിലെ പാരലൽ കോമ്പിനേഷനുകൾ എല്ലാം കൂടെ എടുത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നോക്കുക. ആദ്യം നമ്മൾ ഇതിനകത്തിലെ പാരലൽ കോമ്പിനേഷനുകൾ എടുത്ത് അതിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഇവിടെ സപ്ലൈ വോൾട്ടേജ് 12 വോൾട്ട് ആണെന്ന് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം നമുക്ക് ഈ R1ഉം R2ഉം കൺസിഡർ ചെയ്യും. അവർ തമ്മിൽ പാരലായിട്ട് വന്നാൽ എത്ര റെസിസ്റ്റൻസ് വരും? Effective resistance of R1 and R2. R1ഉം R2ഉം കൂടെ പാരലായിട്ട് വന്നാൽ ഇഫക്റ്റീവായിട്ട് എത്ര റെസിസ്റ്റൻസ് വരും? നമുക്കതിന് ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ആ റെസിസ്റ്റൻസിനെ R ഡാഷ് എന്ന് എടുത്തു. R ഡാഷ്. ദെൻ പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വേഷൻ 2 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R. സെയിം ഇക്വേഷൻ യൂസ് ചെയ്യുക. R1 R2 divided by R1 plus R2. Then R1 10 ohm into R2 40 ohm. 10 into 40 divided by 10 plus 4. Then 400 divided by 50 is equal to 8 ohm. അതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾ ഈ 2 റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റായിട്ട് വരുന്ന റെസിസ്റ്റൻസ് 8 ഓം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 8 ഓം റെസിസ്റ്ററിനെ കണക്ട് ചെയ്യാം. അതാണ് അതിൻ്റെ മീനിങ്. ഇനി ഇത് പറഞ്ഞ പോലെ ഇവർ 3 പേരും പാരലായിട്ട് വന്നാൽ ടോട്ടൽ എത്ര റെസിസ്റ്റൻസ് വരും? അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഇഫക്റ്റീവ് resistance of effective resistance of R3, R4 and R5. R3, R4 and R5. നമുക്കതിനെ R 2 വരാം, ഡബിൾ ഡാഷ് എന്ന് കൊടുക്കുക. R ഡബിൾ ഡാഷ്. ദെൻ 3 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇക്വേഷൻ അറിയാം. R1 R2 R3 ഡിവൈഡ് ബൈ R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1. അതിന് പകരം ഇവിടെ R3 R4 R5 ആണ്. അപ്പോൾ ആദ്യം എല്ലാവരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. R3 R4 R5 ഡിവൈഡ് ബൈ ഇവർ രണ്ടുപേരുടെ മൾട്ടിപ്ലൈ ആദ്യം R3 R4 പ്ലസ് ഇവരെ രണ്ടുപേരുടെ മൾട്ടിപ്ലൈ ചെയ്യുക R4 R5 പ്ലസ് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക R5 R3 സീക്വൽ ടു then 30 into 20 into 60 30 into 20 into 60 divided by
ആദ്യത്തെ രണ്ടുപേര് 30 × 20 പ്ലസ് 20 × 60 പ്ലസ് 60 × 30. 10 ഓം എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ 3 റെസിസ്റ്റേഴ്സും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്താൽ 10 ഓമിന് ഈക്വലൻ്റ് ആണ്. അതായത് നിങ്ങൾ ഈ 3 പേരെ മാറ്റി ഒരു 10 ഓം കണക്ട് ചെയ്താൽ അതും ഇതും ഒരേ ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവർ 3 പേരുടെ പാരലായിട്ട് വന്നാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയേ ഉള്ളൂ? 10 ഓമേ ഉള്ളൂ. അതാണ് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ പാരലായിട്ട് വന്നപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 8 ഓം. ഇവർ 3 പേരും പാരലായിട്ട് വന്നപ്പോൾ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് 10 ഓം. ഇവർ രണ്ടുപേരുടെ പാരലായിട്ട് കണക്ട് ചെയ്താൽ 8 ഓം ആണ് ഇഫക്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ നമുക്ക് തട്ടിക്കളഞ്ഞിട്ട് അതിന് ഒരു 8 ഓം എന്ന് എഴുതാം അല്ലേ? ദെൻ ഇവരെ നമുക്ക് തട്ടിക്കളയാം. ദെൻ അതിന് പകരം എയ്റ്റ് ഓം, അതാണ് നമ്മുടെ ആർ ഡാഷ്. ഇനി ഇവർ 3 പേരും കൂടെ പാരലായിട്ട് വന്നാൽ 10 ഓമേ വരും. അങ്ങനെയാണെങ്കിൽ ഈ ഡയഗ്രം ഒന്ന് നമുക്ക് മാറ്റി വരയ്ക്കാം. ഈ 3 പേർക്ക് പകരം നിങ്ങൾക്ക് 10 ഓം കണക്ട് ചെയ്യാം. ഇതാണ് ആർ ഡബിൾ ഡാഷ്. ഇനി നമുക്ക് നോക്കാം, അങ്ങനെയാണെങ്കിൽ ഈ 8ഉം ഈ 10ഉം സീരീസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to R dash plus R double dash, R dash plus R double dash. അതായത് R dash 8 ohm plus R double dash 10 ohm, 18 ohm. അപ്പോൾ ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് 18 ഓം ആണ്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം പാരലായിട്ട് വരുന്ന സർക്യൂട്ടുകളുടെ പ്രശ്നം ആദ്യം പരിഹരിക്കുക. അവരെ തമ്മിൽ കണക്ട് ചെയ്ത് എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ഓരോ സെറ്റായിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 2 പേരുണ്ടായിരുന്നു, അതിന് ഇക്വലൻ്റ് 8 ആണ്. അപ്പോൾ അവരെ 2 പേരെയും തട്ടിക്കളഞ്ഞ് 8 എഴുതി. ഇവിടെ 3 പേരുണ്ടായിരുന്നു, അതിന് ഇക്വലൻ്റ് 10 ആണ്. അവരെ 3 പേരും തട്ടിക്കളഞ്ഞ് അതിന് പേര് 10 എഴുതി. നോക്കിയപ്പോൾ അവർ തമ്മിൽ സീരീസ്. അങ്ങനെയാണെങ്കിൽ സീരീസ് കോമ്പിനേഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ റെസിസ്റ്റൻസിൻ്റെ സം എടുത്താൽ മതി. അതുകൊണ്ട് 8 + 10 18 ഓം ആണ് ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി നമുക്ക് ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ കറണ്ട് ബി. ടോട്ടൽ കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ കറണ്ട് I is equal to V/R ആണ്, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? 12 വോൾട്ട്. V is equal to 12 വോൾട്ട്. ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 18 ഓം. ദെൻ 12/18. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 0.67 ആംപിയർ കിട്ടും. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് 0.67 ആംപിയർ.